നമ്മോടൊപ്പം ചേരുന്നുണ്ട്. വെങ്കടാചലം, കേരളത്തിൽ ഞാനിപ്പോൾ ബിരീഷിനോട് നമ്മുടെ പ്രതിനിധിയോട് ചോദിച്ച ചോദ്യം തന്നെയാണ്. കേരളത്തിൽ വലിയ പരിഗണന അരിക്കൊമ്പന് ലഭിച്ചിരുന്നു. എന്നാൽ ഇപ്പോൾ അരിക്കൊമ്പൻ അതിൻ്റെ അധികാരപരിധി എന്ന് പറയുന്നത് ഇപ്പോൾ തമിഴ്നാട് സർക്കാരിൻ്റെ കീഴിലാണ്. നേരത്തെ തന്നെ തമിഴ്നാട് മുഖ്യമന്ത്രി അടക്കം പറഞ്ഞത് ആനയെ പിടികൂടി കുങ്കിയാനയാക്കും, ഞങ്ങൾ ആ നിലയിലാണ് കാര്യങ്ങൾ പോവുക എന്നത് തന്നെയാണ്. കൃത്യമായി അത് പറഞ്ഞിട്ടുണ്ട്. എന്തായിരിക്കും ഇനി അവിടുത്തെ വനം വകുപ്പ് അല്ലെങ്കിൽ അത്തരം അധികൃതർ ആനയുമായി ബന്ധപ്പെട്ട് ചെയ്യുക? ഇവിടെ ലഭിച്ച പരിഗണന അരിക്കൊമ്പൻ അവിടെ ലഭിക്കാൻ സാധ്യതയുണ്ടോ? ഫോഴ്സിന്റെ സെക്രട്ടറി എന്ന നിലയ്ക്ക് വെങ്കടാചലം എന്ന് പറയുന്നത് എനിക്ക് പറയാനുള്ളത്, ഈ ആന ഇപ്പോ കാടിലാണ് നടന്നു പോണത്. അത് കാടിനടുത്തുള്ള നാട്ടുപ്രദേശത്തേക്ക് വരുമ്പോൾ ആനയ്ക്ക് കാടിനുള്ളിലേക്ക് വഴിയൊരുക്കുക എന്നുള്ളതാണ് പോലീസിനും വനം വകുപ്പിനും ചെയ്യാവുന്ന ഒരേ ഒരു മാർഗം. അത് തമിഴ്നാട് വനം വകുപ്പും കേരള വനം വകുപ്പും ചെയ്യണം എന്നുള്ള രൂപത്തിലാണ് കാര്യങ്ങൾ നിൽക്കുന്നത്. കേരള വനം വകുപ്പിന് കേരള ഹൈക്കോടതി കൊടുത്ത ഓർഡർ തമിഴ്നാട് വനം വകുപ്പിനും പോലീസിനും ഇപ്പോൾ ബാധകമാവും. എന്നുവെച്ചാൽ ആനയെ പിടികൂടരുതെന്ന് കേരള ഹൈക്കോടതി ഉത്തരവിട്ടിരിക്കുകയാണ്. അതിൻ്റെ കഴുത്തിൽ റേഡിയോ കോളർ കിടക്കുന്നുണ്ട്. അപ്പോൾ അത് എങ്ങോട്ടൊക്കെയാണ് നീങ്ങണമെന്നുള്ളത് വനം വകുപ്പിന് അതാത് ഏരിയയിലുള്ളവർക്കും അറിയാം. ഇപ്പോൾ തമിഴ്നാട് ചീഫ് വാർഡനും പറയുന്നത് ആനയ്ക്ക് കാടിനുള്ളിലേക്ക് പോകാനായിട്ടുള്ള വഴിയൊരുക്കുന്നതാണ്. അപ്പം കാടിനുള്ളിലേക്കുള്ള ആനയുടെ വഴിയൊരുക്കാനായിട്ട് പോലീസും വനം വകുപ്പും നടപടിയെടുക്കുക എന്നുള്ളതാണ് ഇപ്പോൾ ചെയ്യാവുന്നൊരു മാർഗമുള്ളത്. അത് തമിഴ്നാട് വനം വകുപ്പും കേരള വനം വകുപ്പും യോജിച്ച് തീരുമാനമെടുത്ത് നടപ്പിലാക്കുന്നതാണ് ഹെറിറ്റേജ് എലിമെന്റ് ടാസ്ക് ഫോഴ്സ് പ്രതീക്ഷിക്കുന്നത്. ആനയെ പിടികൂടുക എന്നുള്ളൊരു അജണ്ട തമിഴ്നാട് വനം വകുപ്പിന്റെ കൈവശവും ഇല്ല, കേരള വനം വകുപ്പിന്റെ കൈവശവും ഇപ്പോൾ ഇല്ല. പിടികൂടുക എന്നുള്ളത് കേരള ഹൈക്കോടതി നിരോധിച്ചിട്ടുള്ളതാണ്. ശ്രീ വെങ്കടാചലം, ഇതിപ്പോൾ തമിഴ്നാട് സർക്കാരിന് ഈ ഹൈക്കോടതി വിധി ബാധകമാകുമോ എന്നതാണ് വലിയൊരു സംശയം. നേരത്തെ തമിഴ്നാട് മുഖ്യമന്ത്രി സ്റ്റാലിൻ അടക്കം സൂചിപ്പിച്ചത് ഈ ആനയെ പിടികൂടി കുങ്കിയാനയാക്കും എന്നതാണ്. മുഖ്യമന്ത്രിക്ക് പലതും പറയാം. തമിഴ്നാട് ഫോറസ്റ്റ് ആളുകളൊന്നും ഈ ആനയെ പിടികൂടില്ല. എന്നുവെച്ചാൽ ഒരു സ്റ്റേറ്റിലത്തെ ഹൈക്കോടതി ഉത്തരവിട്ടിട്ടുള്ള പ്രകാരം ആ സ്റ്റേറ്റിൻ്റെ ഉള്ളിൽ വിട്ടിട്ടുള്ള ആന നടന്ന് വേറൊരു സ്റ്റേറ്റിലേക്ക് പോയാൽ ഏത് സ്റ്റേറ്റിൽ നിന്നാണോ ആ ആന വന്നത് ആ സ്റ്റേറ്റിലത്തെ ഹൈക്കോടതി പറയുന്ന ഉത്തരവാണ് ഇപ്പോൾ നിലനിൽക്കുന്നത്. പക്ഷേ ശ്രീ വെങ്കടാചലം, ഇതൊരു കാട്ടാനയാണ്. ഇതിലിപ്പോൾ ആർക്കെങ്കിലും ഒരു അധികാരം അല്ലെങ്കിൽ അവകാശം സ്ഥാപിക്കാൻ കഴിയുമോ അരിക്കൊമ്പന്റെ പുറത്ത്? അരിക്കൊമ്പനെ പിടികൂടുക എന്നുള്ളത് ഒരു വനം വകുപ്പിനും ചെയ്യാൻ പറ്റില്ല. വനം വകുപ്പിന് ചെയ്യാവുന്ന ഏത് സംസ്ഥാനത്തെ വനത്തിലാണോ നിൽക്കുന്നത് അതിനെ ആ വനത്തിന്റെ ഉള്ളിലേക്ക് ആക്കാനായിട്ടുള്ള നടപടി എടുക്കാൻ മാത്രമേ ഈ അതാത് ഏരിയയുടെ വനം വകുപ്പുകാർക്കും പോലീസുകാർക്കും ചെയ്യാൻ പറ്റുള്ളൂ. ജനങ്ങൾക്ക് ആനയുടെ വഴിയിൽ നിന്ന് മാറി നിൽക്കുക എന്നുള്ള മഹാമനസ്കതയാണ് പ്രകടിപ്പിക്കേണ്ടത്. അതിൻ്റെ അടുത്തേക്ക് ആരും പോകരുത്. അത് പോകുന്ന വഴിക്ക് അതിനെ വിടുക. അത് നാട്ടിലേക്ക് ഇറങ്ങി വരാൻ നോക്കുകയാണെങ്കിൽ കാടിനുള്ളിലേക്ക് കയറ്റി വിടുക എന്നുള്ളതാണ് വനം വകുപ്പിനും പോലീസിനും ചെയ്യാവുന്നത്. തമിഴ്നാട് പോലീസ് അത് ചെയ്യുന്നുണ്ട് എന്നാണ് ഞങ്ങൾക്ക് കിട്ടുന്ന വിവരം. തീർച്ചയായും ഇപ്പോൾ ഈ ദൃശ്യങ്ങളിൽ നിന്ന് വ്യക്തമാകുന്നത് അരിക്കൊമ്പൻ ഈ സാഹചര്യത്തിൽ വലിയ പ്രകോപനമൊന്നും കാണിക്കുന്നില്ല. ശാന്തനായി തന്നെ നടന്നു പോവുകയാണ് ഈ വഴിയിലൂടെ, റോഡിലൂടെയൊക്കെ. പക്ഷെ ഇതിനെ തിരിച്ച് കാട്ടിലേക്ക് തുരത്താനുള്ള ശ്രമങ്ങൾ ആരംഭിക്കുന്ന ഘട്ടത്തിൽ ചിലപ്പോൾ പടക്കം പൊട്ടിക്കേണ്ടി വരും, മറ്റെന്തെങ്കിലും ആനയ്ക്ക് പ്രകോപനമുണ്ടാകുന്ന ഏതെങ്കിലും രീതി അവലംബിക്കേണ്ടി വരും. ആ തരത്തിൽ അത് ആനയ്ക്കൊരു പ്രകോപനമുണ്ടായാൽ വിഷയം കയ്യിൽ നിന്ന് വഴുതി മാറില്ലേ? അങ്ങനെ അങ്ങോട്ട് പ്രകോപനമൊന്നും ഉണ്ടാവില്ലാന്ന് കാട്ടാനയ്ക്കും അറിയാം, തമിഴ്നാട്ടിലത്തെ വന വകുപ്പുകാർക്കും അറിയാം, തമിഴ്നാട് ഭാഗത്ത് ഉള്ള ജനങ്ങൾക്കും അറിയാം. ആന അവർ മെക്കെട്ട് കയറി പ്രശ്നം ഉണ്ടാക്കേണ്ട ഒരു വസ്തുവല്ലെന്ന് അവർക്കറിയാം. അതുകൊണ്ട് ഈ ആന തമിഴ്നാട് വനത്തിന്റെ ഉള്ളിലേക്ക് തന്നെ കയറി പോകാനാണ് അവിടെയുള്ളവരും ശ്രമിക്കുന്നത്. അതുകൊണ്ട് ഈ ആന നാട്ടിലേക്ക് ഇറങ്ങി വരുന്നുള്ള ഭീതി അനാവശ്യമാണ്. ആന കാട്ടിനുള്ളിലേക്ക് കയറി പോകാനായിട്ടുള്ള വകുപ്പ് അവിടെയുള്ളവരുണ്ടാക്കും. വെങ്കടാചലം, ഇപ്പോൾ ഇത് ആന നാട്ടിലാണ് ഉള്ളത്. നാട്ടിൽ നിന്ന് കാട്ടിനുള്ളിലേക്ക് അവർ കയറ്റി വിട്ടോളും. വനം വകുപ്പുകാർ അവിടത്തുള്ളവരും പോലീസുകാരും ശ്രദ്ധിച്ചോളും. നാട്ടുകാരെ അതിൻ്റെ അത്തിക്ക് പോയി നിന്ന് അതിനെ പ്രകോപിപ്പിക്കാണ്ടിരുന്നാൽ മതി. സ്വാഭാവികമായും ഇപ്പോൾ ആനയെ കാണുമ്പോൾ ആളുകൾ കൂടുകയും വീഡിയോ എടുക്കാനുള്ള ശ്രമങ്ങളൊക്കെ നടത്തുന്നുണ്ട്. ഒച്ചയുണ്ടാക്കി, ശബ്ദമുണ്ടാക്കി ആനയെ പ്രകോപിപ്പിക്കുന്ന തരത്തിലൊക്കെ കാര്യങ്ങൾ പോകുന്നുണ്ട്. ഈ വന്യജീവികൾ നാട്ടിലേക്ക് ഇറങ്ങി വരുന്ന പ്രദേശത്ത് വന്യജീവികൾ നാട്ടിലേക്ക് ഇറങ്ങാൻ സാധ്യത ഉണ്ടെങ്കിൽ ആ പ്രദേശത്ത് 144 പ്രഖ്യാപിച്ച് പോലീസുകാർ ജനങ്ങളെ കാട്ടാനകളിൽ നിന്നും കാട്ടുമൃഗങ്ങളിൽ നിന്നും അകറ്റണമെന്നാണ് നിയമത്തിൽ പറഞ്ഞിട്ടുള്ളത്. അതുകൊണ്ട് ജനങ്ങൾക്ക് ഇതിന്റെ വീഡിയോ എടുക്കാനോ ഇതിന്റെ പിന്നാലെ ഫോട്ടോ എടുക്കാനോ ഉള്ള യാതൊരു നിയമപരമായ അധികാരമോ ബാധ്യതയോ ഇല്ല. അതുകൊണ്ട് പോലീസും പറയുന്ന പോലെ ജനങ്ങൾ ആനയുടെ അടുത്തേക്ക് പോവാതെ അവരവരുടെ വീടുകളിൽ നിൽക്കണം എന്നുള്ളതാണ് ഇപ്പോഴത്തെ
നിയമപ്രകാരമുള്ളൊരു ഒരു മാർഗം. അതിൻ്റെ അടുത്തേക്ക് പോയിട്ട് അതിനെ പ്രകോപിപ്പിച്ച് നാട്ടിലേക്ക് ഇറക്കാതിരിക്കാനായിട്ട് അവിടെ ഉള്ളവർ ശ്രദ്ധിക്കണം. അത് തടയാനായിട്ട് അവിടുത്തെ ഫോറസ്റ്റുകാരും പോലീസുകാരും ശ്രദ്ധിക്കുന്നുണ്ട് എന്നുള്ളതാണ് ഞങ്ങൾക്ക് കിട്ടിയിട്ടുള്ള വിവരം. വെങ്കടാചലം, അതുപോലെ ഇനിയിപ്പോൾ ഈ കേരള സർക്കാരിനോ അല്ലെങ്കിൽ കേരള വനംവകുപ്പിനോ ഇത് സംബന്ധിച്ച് എന്തെങ്കിലും ഒരു ഇടപെടലിനുള്ള സാധ്യതയുണ്ടോ? അപ്പോൾ തമിഴ്നാട്ടിൻ്റെ ഏരിയയിലാണ് നമ്മൾ പാനുള്ളത്. ഇപ്പോൾ കേരള വനംവകുപ്പ് കേരളത്തിൻ്റെ വനത്തിൻ്റെ പുറത്തേക്ക് ഈ ആന കടക്കാതിരിക്കാനായിട്ടുള്ള നടപടികളാണ് ഇപ്പോൾ ചെയ്യേണ്ടത്. തമിഴ്നാട്ടിൽ ആളുകൾക്ക് അടുത്തേക്ക് ഈ ആന എത്താതിരിക്കാനായിട്ട് അവിടുത്തെ വനംവകുപ്പും പോലീസ് ശ്രദ്ധിക്കും. ഇവിടുത്തെ തീർച്ചയായും ഇതിപ്പോൾ കേരള വനാതിർത്തി കടന്ന് തമിഴ്നാട്ടിലേക്ക് എത്തി, തമിഴ്നാട്ടിലെ ജനവാസ മേഖലയിലടക്കം എത്തിയിരിക്കുന്നു, ചില വാഹനങ്ങൾ തകർത്തിരിക്കുന്നു. അപ്പോൾ കേരള സർക്കാരിന് പൂർണ്ണമായും കൈവിട്ട് കളയാൻ കഴിയില്ല. എന്തെന്നാൽ കേരള സർക്കാർ ഘടിപ്പിച്ച റേഡിയോ കോളർ അടക്കം ആനയുടെ ശരീരത്തിലുണ്ട്. സംഭവം ശരിയാണ്. പക്ഷേ ഈ ആന കാടിൻ്റെ ഉൾഭാഗം നോക്കി പോകുമ്പോൾ കാടിൻ്റെ ഉള്ളിലേക്ക് കെറ്റി വിടുക എന്നുള്ളതാണ് ഏത് സംസ്ഥാനമാണെങ്കിലും അവിടുത്തെ ഉദ്യോഗസ്ഥന്മാർ ചെയ്യേണ്ടത്. കാടിൻ്റെ ഉള്ളിലേക്ക് ആനയുടെ വഴി വെക്കുക എന്നുള്ളതാണ് വനംവകുപ്പുകാർക്കും പോലീസുകാർക്കും ചെയ്യാനുള്ള പ്രധാന കർത്തവ്യം. ജനങ്ങൾ ആനയുടെ അടുത്തേക്ക് പോകാതിരിക്കുക എന്ന് നോക്കേണ്ടത് ജനങ്ങളുടെ കർത്തവ്യമാണ്. ജനങ്ങൾ ആനയുടെ അടുത്തേക്ക് പോവുകയാണെങ്കിൽ അത് ജനങ്ങളെ മാറ്റാനായിട്ടുള്ള ചുമതല വനംവകുപ്പിനും പോലീസിനും ഉണ്ട്. ജനങ്ങൾ ആനയെന്ന് അകലം പാലിക്കണം. തീർച്ചയായും വളരെ നന്ദി ശ്രീ വെങ്കടാചലം ഈ വിഷയത്തിൽ പ്രതികരിച്ചതിന്. ബിനീഷ് ആന്റണി തുടരുന്നുണ്ട് ഇടുക്കിയിൽ നിന്നും. ബിനീഷ്, ഈ നിലയിലാണ് ആളുകൾ പ്രകോപനമുണ്ടാക്കാതിരിക്കുക, വനംവകുപ്പ് ആനയ്ക്ക് തിരികെ കാട്ടിലേക്ക് തന്നെ പോകാനുള്ള സാഹചര്യം ഉണ്ടാക്കുക എന്നതാണ്. പക്ഷേ എത്രത്തോളം എളുപ്പമാവും ഈ ജോലി?